കേരള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ആൺസുഹൃത്ത് ഫർമാൻ ഖാൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. തനിക്ക് പ്രായപൂർത്തിയായെന്നും മധ്യപ്രദേശ് സർക്കാരിന്റെ സഹായത്തോടെയാണ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്നും പെൺകുട്ടി വാദിക്കുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നും വിശദമായ വാദമുഖങ്ങളൊക്കെയാണ് ഉയർന്നു കേട്ടത് എന്ന് തോന്നുന്നു. ഏതായാലും എന്താണ് ഇനിയിപ്പോൾ നാളെ വിധി പറയാനിരിക്കുകയാണല്ലോ, എന്തൊക്കെ വാദമുഖങ്ങൾ ഉയർന്നു കോടതിയിൽ നിന്ന്? അനുജ, ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പൂർണ്ണതോതിൽ എതിർക്കുകയാണ് മധ്യപ്രദേശ് പോലീസ് ചെയ്തത്. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നു. അത് ഫർമാൻ വ്യാജരേഖകൾ തയ്യാറാക്കിയതാണെന്നും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇവർക്ക് ഈ ഫർമാന് ജാമ്യം നൽകരുത്, പ്രത്യേകിച്ച് SC/ST വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാട് മധ്യപ്രദേശ് പോലീസ് സ്വീകരിക്കുന്നു. മറിച്ച് ഫർമാന്റെ അഭിഭാഷകനാകട്ടെ വ്യക്തമാക്കുന്നത്, ഫർമാന്റെയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും വ്യക്തമാക്കിയത് തനിക്ക് തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോകുന്നതിൽ ജീവന് ഭീഷണിയുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദുരഭിമാന കൊലക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതമായി നിൽക്കുന്നത് തുടങ്ങിയ വാദങ്ങളും അവരും ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങളുടെ വാദങ്ങളും കേട്ടു. അതിനുശേഷം നാളെ രാവിലെ ഇതിന്റെ വിധി പറയും. അതായത് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിധി പറയും എന്നാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് വ്യക്തമാക്കിയത്. അനുജ, ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.